ഹലോ, ഇന്ന് നമുക്ക് കുറച്ച് പ്രോൺസ് ബിരിയാണി ഉണ്ടാക്കിയാലോ. സോ ഞാൻ പ്രോൺസ് ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി ആൻഡ് ഉപ്പ്. ഇനി നമുക്ക് ഈ പ്രോൺസ് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് മുന്നേ ഞാൻ യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാനൊന്ന് കാണിച്ചു തരാം. വളരെ മിനിമലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മതി. ആക്ച്വലി ഐ എം നോട്ട് എ പ്രോൺസ് ലവർ, പക്ഷേ ഇവിടെ വന്ന ചിക്കൻ കഴിച്ച് മാത്രം എനിക്ക് മടുത്തു. അപ്പം ഐ തോട്ട് വേറെ എന്തെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് വാങ്ങുന്നത്. അപ്പോൾ പ്രോൺസ് നല്ല ഓപ്ഷനാണ് എനിക്ക് തോന്നുന്നു. ആൻഡ് ഞാനിവിടെ വന്ന് ഫസ്റ്റ് ടൈം പ്രോൺസ് ഉണ്ടാക്കിയപ്പോൾ എൻ്റെ പ്രോൺസ് കറി എനിക്ക് തീരെ ഇഷ്ടമായില്ല. പിന്നെ ഞാൻ ചേച്ചിനോട് അമ്മേനോടൊക്കെ കുറച്ച് പൊടിക്കൈകൾ ചോദിച്ച് മനസ്സിലാക്കി. അങ്ങനെയാണ് സെക്കൻഡ് തേർഡ് ടൈം ഒക്കെ ഉണ്ടാക്കി. അപ്പോൾ അത് എനിക്കിഷ്ടമായി. പിന്നെ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് യൂട്യൂബിൽ ഫുള്ള് എനിക്ക് പ്രോൺസ് ബിരിയാണിൻ്റെ റെസിപ്പീസ് വന്നു. അപ്പോൾ I thought grocery shopping പോകുമ്പോൾ പ്രോൺസ് വാങ്ങിച്ചിട്ടുണ്ട്. ആക്ച്വലി ഇവിടുത്തെ 80% ഓഫ് ദ ലൈഫും ഞാൻ കുക്കിങ് തന്നെയാണ്. അപ്പോൾ ശരിക്കും എൻ്റെ ചേച്ചി അമ്മയൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കും, ഏത് നേരവും നോക്കുമ്പോൾ നീ കുക്കിംഗ് ആണല്ലോ. പക്ഷെ എനിക്ക് കുക്കിങ് ഭയങ്കര ഇഷ്ടമാണ്. ലൈക്ക് ഫുഡ് ഉണ്ടാക്കി അത് അടിപൊളിയായിട്ട് കിട്ടുമ്പോൾ അതൊരു സാറ്റിസ്ഫാക്ഷൻ അല്ലേ. കണ്ടോ, നമ്മുടെ പ്രോൺസ് കുറച്ച് ഫ്രൈ ആയിട്ട് വന്നു. ആക്ച്വലി കുറച്ചുകൂടെ ഫ്രൈ ആവും, പക്ഷേ എനിക്ക് ക്ഷമയില്ല. എനിക്ക് എങ്ങനെയെങ്കിലും ഇത് വേഗം ഉണ്ടാക്കി കഴിച്ചാൽ മതി. സോ ഞാൻ ഇത്രയും ഫ്രൈ ആക്കിയുള്ളൂ. ഇനി നമ്മളുണ്ടല്ലോ ആ എണ്ണയിൽ തന്നെ കുറച്ച് ഒണിയൻ ഇടാം. കുക്കിങ്ങിൽ ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഈ വെളുത്തുള്ളി പൊളിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു പണി കുറയ്ക്കാനായിട്ട് ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വാങ്ങിയിട്ടുണ്ട്. അതിടും. ഞാൻ ഉപ്പ് ഇതുവരെ ഇട്ടില്ല. അരിയും കൂടെ ഉള്ളത് കൊണ്ട് കുറച്ചുകൂടെ ഇടാം. എന്നിട്ട് വന്നിട്ട് ഇത് നിറച്ച് മുളക് പൊടി ഉണ്ടായിരുന്നു. ഇതിപ്പോൾ എത്രയായി. ഞാൻ കുക്ക് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് മുളക് പൊടി, കുരുമുളക് പൊടി പകുതിയായി. മുളക് പൊടി തീരുമ്പോൾ ഇനി എന്ത് ചെയ്യുമല്ലോ. അമ്മ വീട്ടിൽ നിന്ന് അയച്ചു തരാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിലെനിക്ക് പ്രതീക്ഷ കൊണ്ട് ഇതിന് കൂടിപ്പോയാൽ ലൈക്ക് ഇത്രയും 3 മാസം കൊണ്ട് തോന്നില്ലേ. അപ്പോൾ ഇതൊരു 1.5 മാസം കൂടി കാണുന്നുണ്ടായിരിക്കും. അത് കഴിഞ്ഞ് അയച്ചു തന്നെങ്കിൽ എൻ്റെ കാര്യം നല്ല ഭംഗിയില്ലേ കാണാൻ. ടേസ്റ്റ് നന്നായാൽ മതിയായിരുന്നു. അപ്പം നമുക്കിത് സെർവ് ചെയ്യാം. കഴിച്ചു നോക്കാം. ഇത് ഞാൻ ഉണ്ടാക്കിയ അച്ചാറാണ്. ഇന്നുണ്ടാക്കിയത് ടേസ്റ്റ് ചെയ്തിരുന്നു, കുഴപ്പമില്ല. കുറച്ച് സാലഡ്, കുറച്ച് അച്ചാറ്, പിന്നെ ഒരു കഷ്ണം പ്രോൺസ്.
ഇരിക്കട്ടെ.